1 kg വരുന്ന 2 സ്ക്വയർ കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഓരോന്നിനും 3 ലെയർ വീതമായിരുന്നു കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ 6 ലെയർ ഉണ്ടായിരുന്നു. ഒരു സൈഡിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസിങ് ചെയ്യാത്ത 2 പീസും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അത് ഐസിങ് ചെയ്തതിന് ശേഷം ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് മാത്രമേ പിന്നെ ബാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏകദേശം 2 കിലോ വെയിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കേക്കായിരുന്നു. വൈറ്റ് ക്രീമിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ള പ്രചോദനം, ക്രീമില്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഡിസൈനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഫുള്ളായിട്ട് അതുപോലെ ചെയ്യാമെന്ന്. പിന്നെ വൈറ്റ് കളറിലേക്ക് ഈ നേവി ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് കളറും കൂടി വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ ഇതിലൊരു ഫോട്ടോ പ്രിൻറ്റും കൂടി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻറ്റ് ഞാൻ പിന്നീടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുത്ത് വന്നപ്പോൾ ഏകദേശം ഈ ഒരു കളറിനൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ആ ഒരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഷുഗർ ബോൾസ് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇടുന്നത് എനിക്ക് പണ്ട് മുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു കളറിന് മാച്ച് ആയിട്ടുള്ള ഒരു ബോൾസൊക്കെ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടും. അതല്ലെങ്കിൽ ആ ബോളിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ ഞാൻ എങ്ങനെയൊക്കെ അറിയാതെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഇത്തവണ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ബോൾസും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.